ശ്രീ മസൂദൻ എം എല്ലോട് ചോദിക്കുന്ന ഒരു കാര്യത്രേ ഉള്ളൂ. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വസ്തുനിഷ്ഠമായി കണക്കുകൾ അവതരിപ്പിച്ച് കോൺഗ്രസിന് കേരളത്തിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ലൈഫിൻ്റെ കാര്യം ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച ബഹളത്തിൽ മുങ്ങിപ്പോയി. 3,80,000 പരം വീടുകൾ ലൈഫിൽ ചെയ്തു കൊടുത്തു, 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ പോകുന്നു, അതിനിപ്പോഴും പുതിയ ഗഡു അനുവദിച്ചു എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ കോൺഗ്രസിന് ജനകീയ പ്രശ്നങ്ങളോട് ആ വിധത്തിൽ സംവദിക്കാൻ കഴിയുന്നുണ്ടോ? ജനകീയ പ്രശ്നങ്ങളോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫെബ്രുവരി 8 ദില്ലി സമരത്തിൽ ഇവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം ബന്ധപ്പെട്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയാണ്. അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാം. ആർക്ക് വേണ്ടി സംസാരിക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്? നമുക്ക്, കേരളത്തിന് വേണ്ടി. അതിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നും വ്യത്യാസമില്ല. ഓരോ മലയാളിക്കും വേണ്ടി ദില്ലിയിൽ പോയി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? ഈ കേരളം ശ്വാസം മുട്ടി മരിച്ചാൽ സാരമില്ല, ഇങ്ങനെയുള്ള ഒരു ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള യോജിപ്പുള്ള മൂവ്മെൻറ്റിന് കോൺഗ്രസ് സന്നദ്ധമല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയാ. 3,80,000-ലധികം വീട് കേരളത്തിലെ ഗവൺമെൻറ് കെട്ടിക്കൊടുത്തു. ലൈഫ് പദ്ധതി ജനങ്ങളതിൽ താമസിക്കുന്നു. പാലുകാച്ചൽ പരിപാടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊരു സന്തോഷവും എന്തൊരു സംതൃപ്തിയുമാണ് ആ കുടുംബങ്ങൾക്ക്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് പറയുന്നു, ഞാൻ CPMൻ്റെ ഒരു പ്രതിനിധിയാണ്. ഈ കേരളത്തിൽ CPM സംസ്ഥാന സമ്മേളനം CPMൻ്റെ ലോക്കൽ കമ്മിറ്റികളോട് പറഞ്ഞു, മിനിമം ഒരു വീടെങ്കിലും നിങ്ങൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് കെട്ടിക്കൊടുക്കണം. ഈ കേരളത്തിൽ 2000-ലധികം വീട് CPM നിർമ്മിച്ച് കൈമാറിക്കൊടുത്തു. അതുമാത്രമല്ല, ഒരു ലോക്കലിൽ ഒരു വീട് മാത്രമല്ല, 1-ലധികം വീടുകൾ. ഇന്നലെ ഞാൻ പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടി, ഇവിടുത്തെ അധ്യാപകരെല്ലാം ചേർന്ന് ഒരു സാധു കുടുംബത്തിന് കെട്ടിക്കൊടുത്തിട്ടുള്ള വീട്, 3ാമത്തെ വീടാണ് ഈ പയ്യന്നൂർ കെട്ടിക്കൊടുക്കുന്നത്. 3ാമത്തെ വീട്. എന്ത് പിന്നെ ബ്രിജേഷെ പറയും, നിങ്ങൾ ആർക്ക് കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ ഈ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ മനസാക്ഷി അതിനോടൊപ്പം നിൽക്കുമോ? ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, ബുദ്ധിമുട്ടിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താണ്? എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല, ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ ലൈഫ് പദ്ധതി